അതിൽ പ്രധാനപ്പെട്ട കുടുംബബന്ധം വിച്ഛേദിക്കുന്നതൊക്കെ പറയണ അതിൻ്റെ കാരണം അതാ. കുടുംബബന്ധം തെറ്റിയാൽ എന്താ ഉണ്ടാവുക? കുടുംബബന്ധം തെറ്റിയാൽ ഭയങ്കര പ്രശ്നമല്ലേ? ഞാൻ ഒരാളോട് ബന്ധം തെറ്റിയാൽ പിന്നെ ആ ആളെ കാണുന്നത് വരെ എനിക്ക് വെറുപ്പായിട്ട് മാറും. നിങ്ങൾ തെറ്റിയ ആൾക്കാരൊക്കെ തമ്മിൽ കല്യാണത്തിനൊക്കെ പോയതുണ്ടോ? നിങ്ങൾ വീട്ടുകൂടലിനൊക്കെ പോയാൽ കാണാം. മൂത്താപ്പി അളാപ്പിയും തെറ്റി വീട്ടുകൂടലിന് പോയാൽ എന്താ സംഭവിക്കുക? രണ്ട് മൂലക്കലുണ്ടാവും അല്ലേ? എന്നിട്ട് പിന്നെ എന്താ ഉണ്ടാവുക? ഓല നമ്മളെ കുറിച്ച് കുറ്റം പറയും, നമ്മൾ ഓലെ കുറിച്ച് കുറ്റം. അതിൻ്റെ രസമാണ്. വീട്ടുകൂടലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ കുറ്റം പറച്ചിലായിരിക്കും. ഓല് വന്നിക്കണേ അങ്ങനെ അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇവിടുന്ന് പറയും. അപ്പുറത്ത് അതേമാതിരി എന്ത് ചെയ്യും? ഇത് പറയും. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുറ്റേ കാണുള്ളൂ. അല്ല ആര് തെറ്റിയാലും അങ്ങനെ തന്നെ. ആര് തമ്മിൽ തെറ്റിയാലും കുറ്റങ്ങൾ മാത്രം പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലേ? കണ്ടാ ചിരിക്കോ? ഇല്ല. സലാം പറയോ? ഇല്ല. ചോറുന്നാൻ പോവാ എങ്ങനെയാ? ഓല് പോയോണ്ട് പാളി നോക്കും. ഓല് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചോറുന്നാൻ പോകും. ഇങ്ങനെ ഈഗോ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. നമുക്കൊരു അപകടം പറ്റിയാൽ എന്താ ചെയ്യുക? ആരാ വരിക? നമ്മൾ മയ്യത്ത് സ്കരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടുന്ന് പോകേണ്ടവനാണെന്നൊരു ചിന്ത നമുക്ക് വേണം. നമ്മളിങ്ങനെ ആൾക്കാരുടെ മസിൽ പിടിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ശരിയാക്കാതെ റെഡിയാക്കാതെ നമ്മളിങ്ങനെ എന്നും തിന്ന് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് നമ്മൾ വിചാരം എന്താ അറിയോ? കുടുംബജീവൻ എന്ന് പറഞ്ഞാൽ 3 നേരം ഭക്ഷണം കഴിക്കുക അല്ലേ? വീട്ടിലെ അലക്കലൊക്കെ കഴിക്കുക, മുറ്റൊക്കെ അടിച്ചാരുക, ഇതൊക്കെ കുടുംബജീവൻ എന്ന് വിചാരിച്ച കുറേ ആൾക്കാരുണ്ട്. അത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു മര്യാദയായിട്ട് അങ്ങനെ പോണ ഒരു സംഗതിയാണ്.